ടീം മാറ്റ് കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 76/2023 ഒരു ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ ഡിഗ്രി മെയിൻസ് എക്സാമിനേഷനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് പാർട്ടിന് ചോദിച്ച ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് അല്ലെങ്കിൽ ക്വസ്റ്റിന്റെ ഡിസ്കഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി മറക്കാതെ കമന്റ് ചെയ്യുക. ക്ലാസ്സിന്റെ ലിങ്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. സോ ഒന്നാമത്തെ ചോദ്യം, രാധ ക്യാൻ ഫിൽ 5 bottles of pickles in 10 minutes. Ram can fill 10 bottles of pickle in 10 minutes. How many bottles will be filled by both of them in 9 hours? അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാധയ്ക്ക് 10 മിനിറ്റ് കൊണ്ട് 5 ബോട്ടിൽ ഫിൽ ചെയ്യാം. രാധയ്ക്ക് 10 മിനിറ്റ് കൊണ്ട് 5 ബോട്ടിൽ ഫിൽ ചെയ്യാം. അതായത് ഒരു ബോട്ടിൽ ഫിൽ ചെയ്യാൻ 2 മിനിറ്റ് എടുക്കും. ഒരു ബോട്ടിൽ ഫിൽ ചെയ്യാൻ 2 മിനിറ്റ് എടുക്കും. റാം 4 ബോട്ടിൽ ഫിൽ ചെയ്യാൻ 10 മിനിറ്റ് എടുക്കും. അതായത് റാം ഒരു ബോട്ടിൽ ഫിൽ ചെയ്യാൻ 2.5 മിനിറ്റ് എടുക്കും. ഒരു ബോട്ടിൽ ഫിൽ ചെയ്യാൻ 2.5 മിനിറ്റ് എടുക്കും. രണ്ടുപേരുടെ കൂടി ചേർന്ന് ഫിൽ ചെയ്യാൻ പോവാണ്. എത്ര സമയമുണ്ട്? 9 മണിക്കൂറുണ്ട്. 9 മണിക്കൂർ എന്ന് പറഞ്ഞ് 1 മണിക്കൂർ 60 മിനിറ്റ് ആയതുകൊണ്ട് 540 മിനിറ്റ്. 540 മിനിറ്റ്. സോ രാധ ഒരു ബോട്ടിൽ ഫിൽ ചെയ്യാൻ 2 മിനിറ്റ് എടുക്കുമെങ്കിൽ 540 മിനിറ്റ് കൊണ്ട് 540 ഡിവൈഡഡ് ബൈ 2 270 ബോട്ടിൽ ഫിൽ ചെയ്യാനായിട്ട് പറ്റും. ദെൻ റാം ഒരു ബോട്ടിൽ ഫിൽ ചെയ്യാൻ 2.5 മിനിറ്റ് എടുക്കുന്നത് കൊണ്ട് 540 ഡിവൈഡ് ബൈ 2.5 എന്ന് പറയുമ്പോൾ 216 ബോട്ടിൽ കിട്ടും. അപ്പം രാധ 270 ബോട്ടിലും റാം 216 ബോട്ടിലും 9 മണിക്കൂർ കൊണ്ട് ഫിൽ ചെയ്യും. അപ്പൊ മൊത്തം എത്ര വരും? മൊത്തം 486 ബോട്ടിൽ വരും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 486 ആയിരിക്കും. അടുത്ത ചോദ്യം, എ മർച്ചന്റ് ഡിസൈഡഡ് ടു സെൽ ആൻ ആർട്ടിക്കിൾ ബൈ ഇൻക്രീസ് ദ കോസ്റ്റ് പ്രൈസ് ബൈ 20%. ദെൻ ഹി ഡിക്രീസസ് ദ പ്രൈസ് ബൈ 10%. വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് ഹിസ് പ്രോഫിറ്റ് ഓർ ലോസ്? അതായത് ഇയാളുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രൊഡക്റ്റിന്റെ വില ആദ്യം 20% കൂട്ടി, പിന്നെ 10% കുറച്ചു. അതായത് 100 അതിന്റെ വിലയെങ്കിൽ 20% കൂട്ടുക എന്ന് പറയുമ്പോൾ 120/100. കാരണം 100% ആക്ച്വൽ പ്രൈസ്, അതിനോട് 20% കൂടുമ്പോൾ 120%, 120/100. അതിനുശേഷം 10% വില കുറച്ചു. 10% വില കുറയ്ക്കുക എന്ന് പറയുമ്പോൾ 90/100. 100 രൂപ വിലയുള്ള സാധനം 120/100 എന്ന് പറയുമ്പോൾ 20% വില കൂട്ടി, അതിനുശേഷം 10% വില കുറച്ചു എന്ന് പറയുമ്പോൾ 90/100. ഓക്കെ, കറക്റ്റ്. സോ ക്യാൻസൽ ആയിപ്പോ, ഈ 0 ക്യാൻസൽ ആയിപ്പോ. കറക്റ്റ്. സോ ബാക്കി എന്തുണ്ട്? 12 × 9. 12 × 9 എന്ന് പറയുമ്പോൾ 108. സോ ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 108 രൂപ. ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എത്രയാണ്? ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപ. ആക്ച്വൽ പ്രൈസ് 100 രൂപ, വിൽക്കുന്ന വില എന്ന് പറയുന്നത് 108 രൂപ. അപ്പൊ എന്താണ്? 8% പ്രോഫിറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് പെർസെന്റേജ് ആയിട്ട് വേണമെങ്കിലും എഴുതാം. പ്രോഫിറ്റ് പെർസെന്റേജ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് 108 മൈനസ് കോസ്റ്റ് പ്രൈസ്. എത്രയാണ് ആക്ച്വൽ വില? 100 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. സോ എന്ത് ചെയ്യും? 100 100 ക്യാൻസൽ ആയി പോയി. 108 100 പോയാൽ 8% പ്രോഫിറ്റ് എന്ന് കിട്ടി. അടുത്ത ചോദ്യം, രാമു ഇൻവെസ്റ്റ് ആൻ എമൗണ്ട് ഇൻ എ ബാങ്ക് അറ്റ് ആൻ ഇൻട്രസ്റ്റ് ഓഫ് 8% കോമ്പൗണ്ടഡ് ആനുവലി ഫോർ 4 years. Shyamu invests the same amount in another bank at a simple interest of 8% for 3 years. After 4 years, what is the percentage of amount that Ramu got more than the Shyamu? അതായത് രാമു ഒരു ബാങ്കിൽ ഒരു തുക 8% കൂട്ടുപലിശയിൽ 4 വർഷത്തേക്ക് നിക്ഷേപിച്ചു. ശ്യാമു അതേ തുക മറ്റൊരു ബാങ്കിൽ സാധാരണ പലിശയിൽ 8% നിരക്കിൽ 4 വർഷം നിക്ഷേപിച്ചു. അങ്ങനെയാണെങ്കിൽ ശ്യാമുവിന് കിട്ടിയതിനേക്കാൾ എത്ര പെർസെന്റേജ് കൂടുതലായിരിക്കും രാമുവിന് കിട്ടുക? സോ നമ്മൾ രാമുവിന്റെ കാര്യം നോക്കിയാൽ, രാമുവിന്റെ കേസിനകത്ത് കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ആണ്. പ്രിൻസിപ്പൽ എമൗണ്ടിനെ നമ്മൾ പി ആയിട്ട് അസ്യൂം ചെയ്താൽ 8% പലിശ. 8% പലിശ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? 1 + 8/100. കറക്റ്റാ? 1 + 8/100 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 1.08 എന്ന് കിട്ടും. കാരണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 + 8 108/100 1.08. അതായത് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ 8% കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 1.08 ആയിരിക്കും. സോ ഇൻറ്റു 1.08 എത്ര വർഷത്തേക്ക്? 4 വർഷത്തേക്ക്. ഹോൾ റേസ് ടു 4. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു 1 + റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ 100 റേസ് ടു n എന്ന് പറയുന്നതാണ് എന്ത്? കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റിനകത്ത് എത്ര തുകയാണ് n വർഷത്തിന് ശേഷം വരുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 8. നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? 4. അപ്പോൾ p × 1 + 4/100 ഹോൾ റേസ് ടു n. ക്ലിയർ? സോ
P into 1.08 whole raised to 4. P into 1.08 whole raised to 4 എന്ന് പറയുമ്പോൾ 1.3605 P എന്ന് കിട്ടും. അപ്പൊ എന്താണ് 1.3605 P. പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ 1.36 മടങ്ങാണ് വരിക. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കേസിലാണ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കാൻ P into 1 plus R by 100 into N. Rn by 100. Rn by 100. സോ നമുക്ക് എന്ത് വരും? പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു 1 പ്ലസ് R എന്ന് പറയുന്നത് 8 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 4. അപ്പൊ എന്ത് കിട്ടി? 32/100 എന്ന് കിട്ടി. സോ എന്ത് കിട്ടും? P ഇൻറ്റു 1 പ്ലസ് 32/100. 32/100 എന്ന് പറയുന്നത് 0.32. 1 പ്ലസ് 0.32 മീൻസ് 1.32 P. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയേ, പ്രിൻസിപ്പൽ എമൗണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ കിട്ടുന്ന 1.36 P യും സിമ്പിൾ ഇൻട്രസ്റ്റിൽ കിട്ടുന്ന 1.32 P യുമാണ്. കറക്റ്റാ? അപ്പം ഇവ തമ്മിലുള്ള രാമു ഗോട്ട് മോർ ദാൻ ദ ശ്യാമു. അപ്പൊ ഇവിടെ നമുക്ക് രാമുവിന് കിട്ടിയത് 1.36 ആണ്, ശ്യാമുവിന് കിട്ടിയത് 1.32 ആണ്. അപ്പോ ശ്യാമുവിനേക്കാൾ രാമുവിന് എത്ര കൂടുതൽ കിട്ടി? 1.36 minus 1.32 P. 1.36 P minus 1.32 P, that is 0.0 P. അപ്പൊ അത് എത്ര പെർസെന്റേജ് ആണ്? അപ്പൊ ശ്യാമുവിനുള്ളതിന്റെ എത്ര പെർസെന്റേജ്? അപ്പൊ എന്തെഴുതാം? 0.0 P ഡിവൈഡ് ബൈ ശ്യാമുവിന് എത്ര കിട്ടി? 1.32 P into 100. കറക്റ്റാ? ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. മുകളിലും താഴെയും ഡിവൈഡ് ബൈ 100 എന്ന് കിട്ടി. റൈറ്റ്? അപ്പം മുകളിലും 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, താഴെയും 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 4/132 into 100 എന്ന് എഴുതാനായിട്ട് പറ്റും. കറക്റ്റാ? നമ്മൾ 4 കൊണ്ട് സിംപ്ലിഫൈ ചെയ്താൽ ഇത് 33 into 4 ആണ് 132. 100/33. 100/33 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 100/33 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3.33. കറക്റ്റ്? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3. അപ്പൊ എത്രയാണ് വരിക? 3%. കാരണം രാമുവിന് ശ്യാമുവിനേക്കാൾ എത്ര കൂടുതൽ കിട്ടി? ശ്യാമുവിന് കിട്ടിയത് എന്ന് പറയുന്നത് 1.32 P ആണ്, രാമുവിന് കിട്ടിയത് 1.36 P ആണ്. അവ തമ്മിലുള്ള വ്യത്യാസം 0.0 P ആണ്. അപ്പൊ എത്ര പെർസെന്റേജ് കൂടുതൽ കിട്ടി? അപ്പൊ ഡിഫറൻസ് ഡിവൈഡ് ബൈ ശ്യാമുവിന് കിട്ടിയ എമൗണ്ട്. ഡൺ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഫസ്റ്റ് 100 ഓഡ് നമ്പേഴ്സ് ആൻഡ് ദെൻ ദ സം ഓഫ് ഫസ്റ്റ് 100 ഈവൻ നമ്പേഴ്സ്? അതായത് ആദ്യത്തെ 100 ഒറ്റ സംഖ്യകളുടെ സമ്മും ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ സമ്മും തമ്മിലുള്ള വ്യത്യാസം എന്ത്? സോ നമ്മളിവിടെ നോക്കിയാൽ ആദ്യത്തെ 100 ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ നൂറാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? x100 നൂറാമത്തെ സംഖ്യ ഈക്വൽ ടു ഫസ്റ്റ് ടേം. ഒറ്റ സംഖ്യയിൽ ഒന്നാമത്തെ ടേം 1 ആണ്. 100 ടൈം ആകുമ്പോൾ n-1 എന്ന് പറയുമ്പോൾ 99 into 2 എന്ന് കിട്ടും. കിട്ടിയത് ഇങ്ങനെയാണ്. xn is equal to x1 plus n-1 into d ആണ്. കാരണം ഇത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആകുമ്പോൾ ആദ്യത്തെ നമ്പർ 1 വരും, രണ്ടാമത്തെ നമ്പർ 3 വരും, മൂന്നാമത്തെ നമ്പർ 5 വരും. അതായത് ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 1 ആണ്. സോ നമ്മൾ എത്രാമത്തെ ടൈമാണ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്? 100ാമത്തെ ടൈം. അപ്പൊ x100 ഈക്വൽ ടു x1 പ്ലസ് n-1 എന്ന് പറയുമ്പോൾ 100 - 1 99 into 2 99 കിട്ടും. കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പൊ എത്ര കിട്ടും? 1 പ്ലസ് 99 into 2 എന്ന് പറയുമ്പോൾ 198. 198 പ്ലസ് 1 199. ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 199 ആയിരിക്കും. അതേപോലെ നമ്മൾ ഈവൻ നമ്പറിന്റെ സീക്വൻസുകൾ കൺസിഡർ ചെയ്താൽ 2, 4, 6 എക്സെട്ര, അതിന്റെ കോമൺ ഡിഫറൻസ് 2 ആണ്. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ 100ാമത്തെ ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? 100ാമത്തെ ടൈം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം 2 പ്ലസ് n-1 into d. സോ അപ്പൊ ഇത് 100ാമത്തെ ടൈം ആയി 99 into 2. 99 into 2 എന്ന് പറയുമ്പോൾ 198 പ്ലസ് 2 200. അപ്പൊ 100ാമത്തെ ടൈം എന്ന് പറയുന്നത് 200 എന്ന് കിട്ടും. 100ാമത്തെ ടൈം എന്ന് പറയുന്നത് 200 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സം ഓഫ് 100 ടൈംസ് ഓരോ കേസിലും കണ്ടുപിടിക്കാം. അപ്പോൾ ഓഡ് നമ്പറിന്റെ കേസിൽ സം ഓഫ് 100 ടൈംസ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? s100 ഈക്വൽ ടു n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100/2 into ഫസ്റ്റ് ടൈം എന്താണ്? 1 പ്ലസ് ലാസ്റ്റ് ടൈം എന്താണ്? 199. സോ ഇതെന്ത് കിട്ടും? 50 into 199 പ്ലസ് 1 200 എന്ന് കിട്ടും. 200 into 50 എന്ന് കിട്ടും. കറക്റ്റാ? 200 into 50 എന്ന് കിട്ടും. സോ 200 2 10, പിന്നെ 4 0 കൂടെ 10000. കറക്റ്റാ? ഇനി ഈവൻ സംഖ്യയുടെ കാര്യം ആലോചിച്ച് നോക്കിയേ. s100 ഈസ് ഈക്വൽ ടു 100/2 into ഫസ്റ്റ് ടൈം എത്രയാണ്? 2. ലാസ്റ്റ് ടൈം എന്താണ്? ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 200. അപ്പൊ എന്ത് കിട്ടി? 50 into 202 എന്ന് കിട്ടി.
സോ 200 ഇൻറ്റു 50 എന്ന് പറയുന്നത് 10,000 ആണെങ്കിൽ 202 ഇൻറ്റു 50 എന്ന് പറയുന്നത് 10,100 എന്ന് വരും. സോ ഈ രണ്ട് സമ്മൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് 10,000 ഒന്ന് 10,100. അപ്പൊ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 100. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 12 days, ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 16 days, എ ബി സി ടുഗദർ ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 4 days. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ഫോർ സി ടു കംപ്ലീറ്റ് ദ വർക്ക്? അതായത് എക്ക് ഒരു ജോലി ചെയ്യാനായിട്ട് 12 ദിവസം വേണം, ബിക്ക് അതേ ജോലി ചെയ്യാനായിട്ട് 16 ദിവസം വേണം, എയും ബിയും സിയും കൂടെ ആ ജോലി ചെയ്താൽ 4 ദിവസത്തിൽ ആ ജോലി തീരും. അങ്ങനെയാണ് എങ്കിൽ സി തനിയെ ആ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? പറഞ്ഞിരിക്കുന്നത് എന്താ? എക്ക് 12 ദിവസം, ബിക്ക് 16 ദിവസം, എയും ബിയും സിയും കൂടെ ചെയ്യുന്നത് 4 ദിവസം. നമ്പർ ഓഫ് ഡേയ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ LCM ആയിരിക്കും ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. സോ 12, 16, 4 എല്ലാത്തിൽ നിന്നും 4 എടുത്തു കഴിഞ്ഞാൽ 4 3 12, 4 4 16, 1 4 4. അപ്പൊ 4 3 12, 12 4 48. 48 യൂണിറ്റ് ആയിരിക്കും ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 48 യൂണിറ്റ് ആണെങ്കിൽ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 48 യൂണിറ്റ് ആണെങ്കിൽ എക്ക് ഒരു വർക്ക് ആ വർക്ക് തീരാൻ 12 ദിവസം വേണമെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 48/12 4 യൂണിറ്റ് വർക്ക് ആയിരിക്കും. ബിക്ക് ആ ജോലി മുഴുവൻ ചെയ്യാനായിട്ട് വേണ്ടത് 16 ഡേ ആണ്. ബി മൊത്തം വേണ്ട വർക്ക് 48 യൂണിറ്റ്, ചെയ്യാൻ വേണ്ടത് 16 യൂണിറ്റ് ആണെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 3 യൂണിറ്റ് ആയിരിക്കും. അപ്പം എയും ബിയും കൂടെ ഒരു ദിവസം ചെയ്യുന്നത് 7 യൂണിറ്റ് വർക്കാണ്. അപ്പോൾ എയും ബിയും സിയും കൂടെ ചെയ്യാൻ 4 ദിവസം മതി. അങ്ങനെയാണെങ്കിൽ 48/4, അതായത് 12 യൂണിറ്റ് വർക്ക് ആയിരിക്കും ഒരു ദിവസം എയും ബിയും സിയും കൂടെ ചെയ്യുക. എ ചെയ്യുന്നത് 4 യൂണിറ്റ്, ബി ചെയ്യുന്നത് 3 യൂണിറ്റ്. അപ്പം എയും ബിയും കൂടെ ചെയ്യുന്നത് ഒരു ദിവസം മൊത്തം 7 യൂണിറ്റ് വർക്ക് ചെയ്യും. എയും ബിയും സിയും കൂടെ ചെയ്യുന്നത് 12 യൂണിറ്റ്, എയും ബിയും കൂടെ ചെയ്യുന്നത് 7 യൂണിറ്റ് ആണെങ്കിൽ സി തനിയെ ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് 5 യൂണിറ്റ് വർക്ക് ആയിരിക്കും. അപ്പൊ സി തനിയെ ഒരു ദിവസം 5 യൂണിറ്റ് വർക്ക് ചെയ്യുമെങ്കിൽ മൊത്തം 47 യൂണിറ്റ് വർക്ക് ഉണ്ടെങ്കിൽ 47/5, 9 5 45, റിമൈൻഡർ 3. അങ്ങനെയാണ് നമുക്ക് ഇതിനെ എന്തെന്ന് എഴുതാനായിട്ട് പറ്റും? 9 ദിവസവും 9 3/5 ഡേയ്സ്. 9 3/5 ഡേയ്സ് ആയിരിക്കും സിക്ക് ആ ജോലി മുഴുവനായിട്ട് തീർക്കാനായിട്ട് വേണ്ടി വരിക. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ടേം 4 8 32 128. 4 8 32 128. നമ്മളോട് നോക്കുമ്പോൾ 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ ആണ്. കറക്റ്റ്. 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ ആണ്. ദെൻ 8 എന്ന് പറയുന്നത് 2ന്റെ ക്യൂബ് ആണ്. 8 എന്ന് പറയുന്നത് 2ന്റെ ക്യൂബ്. സോ 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ, 8 എന്ന് പറയുന്നത് 2ന്റെ ക്യൂബ്, 32 എന്ന് പറയുന്നത് 2/32 എന്ന് പറയുന്നത് 2/16, 2/5 ആണ്. ദെൻ 128 എന്ന് പറയുന്നത് 2/7 ആണ്. നോക്കിക്കേ, 2 സ്ക്വയർ, 2 ക്യൂബ്, 2/5, 2/7, 2 3 5 7. എന്താ പ്രത്യേകത? അവയെല്ലാം പ്രൈം നമ്പറുകളാണ്. അങ്ങനെയാണെങ്കിൽ 2നും 3നും 5നും 7നും ശേഷം വരുന്ന പ്രൈം നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. അപ്പൊ അടുത്ത എന്ത് വരും? 2/11. 2/11 എന്ന് പറയുന്നത് എത്രയാണ്? 2048. സോ ഈ സീക്വൻസിലെ അടുത്ത ടേം എന്ന് പറയുന്നത് ഓപ്ഷൻ എ. അടുത്ത ടേം എന്ന് പറയുന്നത് ഓപ്ഷൻ എ 2048 ആയിരിക്കും. അടുത്ത ടേം എന്ന് പറയുന്നത് ഓപ്ഷൻ എ 2048 ആയിരിക്കും. ഡൺ. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. 1228, 1248, 1259, 1255. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, 2004 ജനുവരി 16 എന്ന് പറയുന്ന വെള്ളിയാഴ്ചയാണെങ്കിൽ 2005 ജനുവരി 16 എത്രയാണ്? 2004 ജനുവരി 16 വെള്ളിയാഴ്ചയാണ്. 2004 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണ്, അതിവർഷമാണ്. അതുകൊണ്ട് ആ വർഷം 366 ദിവസം ഉണ്ടാവും. അപ്പൊ 2004 ജനുവരി 16 മുതൽ 2005 ജനുവരി 16 വരെ മൊത്തം എത്ര ദിവസം ഉണ്ടാവും? മൊത്തം 366 ദിവസം ഉണ്ടാവും. 366നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 5 35, ശിഷ്ടം 1, 16, 7 2 14, റിമൈൻഡർ 2. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 366 ദിവസത്തിനകത്ത് 52 കംപ്ലീറ്റ് ഉള്ള ആഴ്ചയും പിന്നെ ഒരു 2 ദിവസം കൂടി ഉണ്ടാവും. അപ്പൊ നമുക്ക് കിട്ടിയ ഈ 2 ദിവസത്തെ വിളിക്കുന്ന പേരാണ് 2 odd days. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ
2004 ജനുവരി 16 വെള്ളിയാഴ്ചയാണെങ്കിൽ അതിനോടുകൂടി 2 ഓഡ് ഡേയ്സ് കൂട്ടുക. അപ്പൊ അടുത്ത ഓഡ് ഡേ എന്ന് പറയുന്നത് ശനി, അടുത്ത ഓഡ് ഡേ എന്ന് പറയുന്നത് ഞായർ. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഞായറാഴ്ചയായിരിക്കും. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഞായറാഴ്ചയായിരിക്കും. അടുത്ത ചോദ്യം, എ മോട്ടോർ ബോട്ട് whose speed is 20 km/h in still water goes 30 km downstream, comes back in a total of 4 hours. The speed of the stream in km/h. ഇവിടെ അറിയേണ്ട കാര്യം, ഒരു മോട്ടോർ ബോട്ട് എടുത്താൽ, ഒരു മോട്ടോർ ബോട്ട് എന്ന് പറയുന്നത് താഴോട്ട് പോകുമ്പോൾ ഒന്നെന്താണ്, സ്ട്രീമിന്റെ സ്പീഡ് ഉണ്ട്. നമുക്ക് സ്ട്രീമിന്റെ സ്പീഡിനെ യു ആയിട്ട് അസ്യൂം ചെയ്യാം. ദെൻ എന്താണ്, സ്ട്രീമിന്റെ സ്പീഡ് ഉണ്ട്, പിന്നെ ബോട്ടിന്റെ സ്ട്രീം ഉണ്ട്. കറക്റ്റാ, സ്ട്രീമിന്റെ സ്പീഡ് ഉണ്ട്, അതുപോലെയുള്ളതെന്ന് പറയുന്നത് എന്താണ്, ബോട്ടിന്റെ സ്പീഡും ഉണ്ട്. സോ അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഈ പറയപ്പെടുന്ന ബോട്ടിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്, 20 km/h ആണ് തന്നിട്ടുണ്ട്. സോ സ്ട്രീമിന്റെ സ്പീഡിനെ നമ്മൾ യു ആയിട്ടും ബോട്ടിന്റെ സ്പീഡിനെ നമ്മൾ വി ആയിട്ടും എടുത്താൽ താഴോട്ട് പോകുമ്പോൾ നെറ്റ് സ്പീഡ് എന്ന് പറയുന്നത് യു പ്ലസ് വി ആയിരിക്കും, അല്ലെ വി പ്ലസ് യു ആയിരിക്കും. ഇനി മുകളിലേക്ക് വരുന്ന സമയത്ത് റെസിസ്റ്റീവ് ആയതുകൊണ്ട് തന്നെ നെറ്റ് സ്പീഡ് എന്ന് പറയുന്നത് ബോട്ടിന്റെ സ്പീഡ് മൈനസ് സ്ട്രീമിന്റെ സ്പീഡ് ആയിരിക്കും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, 30 കിലോമീറ്റർ താഴോട്ട്. അപ്പൊ അവിടെ എടുക്കുന്ന സമയം എങ്ങനെ കണ്ടുപിടിക്കാം, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ് ടൈം എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തെടുക്കാം, 30 കിലോമീറ്റർ ഡിവൈഡ് ബൈ താഴോട്ടാണ് പോകുന്നത്. അപ്പൊ എന്താണ്, ബോട്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 20. കറക്റ്റാ, സ്ട്രീമിന്റെ സ്പീഡ് നമുക്ക് അറിയത്തില്ല, ലെറ്റ് ഇറ്റ് ബി യു. കറക്റ്റാ, കിട്ടി. അതോടുകൂടി പിന്നെ താഴെ പോയിട്ട് മുകളിലേക്ക് വരും. മുകളിലേക്ക് അപ്പൊ എത്ര കിലോമീറ്റർ തന്നെയുണ്ട്, 30 കിലോമീറ്റർ ഉണ്ട്. 30 കിലോമീറ്റർ മുകളിലേക്ക് വരുമ്പോൾ ബോട്ടിന്റെ സ്പീഡിന്റെ ഒപ്പോസ് ചെയ്താണ് എന്തുള്ളത്, സ്ട്രീമിന്റെ സ്പീഡ് ഉള്ളത്. അപ്പൊ ഇതെങ്ങനെ വരും, 20 മൈനസ് യു എന്ന് വരും. കാരണം മുകളിലേക്ക് വരുമ്പോൾ സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ബോട്ടിന്റെ സ്ട്രീമിനെ ഒപ്പോസ് ചെയ്യും. സോ 30/30/u എന്ന് പറയുന്ന താഴോട്ട് പോകാൻ എടുക്കുന്ന സമയം, 30/20 മൈനസ് യു എന്ന് പറയുന്ന മുകളിലേക്ക് വരാൻ എടുക്കുന്ന സമയം. അത് രണ്ടും കൂടെ കൂടുന്നതാണ് മൊത്തം എടുക്കുന്ന സമയം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 hours. കറക്റ്റാ. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ, 30 × 20 മൈനസ് യു പ്ലസ് 30 × 20 പ്ലസ് യു ഡിവൈഡഡ് ബൈ 20 പ്ലസ് യു ഇൻറ്റു 20 മൈനസ് യു ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 30 × 20 600 മൈനസ് 30u, 30 × 20 വീണ്ടും 600, ദെൻ 30 × u 30u എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 20 പ്ലസ് യു ഇൻറ്റു 20 മൈനസ് യു. ഇതെന്താണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതായത് 20 സ്ക്വയർ മൈനസ് യു സ്ക്വയർ. കറക്റ്റാ. 20 സ്ക്വയർ എന്ന് പറയുമ്പോൾ 400 മൈനസ് യു സ്ക്വയർ, 400 മൈനസ് യു സ്ക്വയർ. അത് ഈക്വൽ ടു വാട്ട് എന്നതിനെ നമുക്ക് ഈക്വൽ ടു 4 എന്ന് എഴുതാനായിട്ട് പറ്റും. നമ്മളിവിടെ നോക്കിയാൽ ഇവിടെ ഒരു -30 ഉണ്ട്, +30 ഉണ്ട്. ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. 600 + 600 1200. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ അപ്പൊ എന്ത് കിട്ടും, 4 × 400 മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 1200 എന്ന് കിട്ടി. കറക്റ്റാ. അങ്ങനെയാണ് എങ്കിൽ 1200 എന്ന് കിട്ടി. സോ അങ്ങനെയാണ് എങ്കിൽ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 400 × 4 1600 മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 1200. യു സ്ക്വയറിനെ ഇപ്പുറത്തോട്ട് എടുത്താൽ യു സ്ക്വയർ ഈക്വൽ ടു 1600 മൈനസ് 1200 ഈക്വൽ ടു 400. യു സ്ക്വയർ ഈക്വൽ ടു 400 ആണെങ്കിൽ, സോറി ഇവിടെ പ്രശ്നം പറ്റി, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4 × 400 × 4 × യു സ്ക്വയർ. അപ്പൊ ഇത് 4 യു സ്ക്വയർ ആണ് വേണ്ടത്. മിസ്റ്റേക്ക്, 4 യു സ്ക്വയർ. സോ 4 യു സ്ക്വയർ ഈക്വൽ ടു 400 എന്ന് കിട്ടി. therefore u square equal to 400/4 equal to 100. അതായത് u is equal to പ്ലസ് ഓർ മൈനസ് 10 എന്ന് കിട്ടും. സോ സ്പീഡ് ആയതുകൊണ്ട് സ്പീഡ് പോസിറ്റീവ് വാല്യൂ ആയിട്ട് എടുത്താൽ അപ്പൊ എന്ത് കിട്ടും, u is equal to 10 എന്ന് കിട്ടി. അപ്പൊ സ്പീഡ് എന്ത് കിട്ടി, സ്പീഡ് എന്ന് പറയുന്നത് 10 ആണെന്ന് കിട്ടി. സോ സ്ട്രീമിന്റെ സ്പീഡ് എന്താണ്, 10. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തോണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4 × 400 മൈനസ് 4 × u square. ഫൈൻഡ് ഔട്ട് ദ ഓൾട്ടർനേറ്റീവ് വിച്ച് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ ബാർ. ഐ മയോപ്പിയ ടീത്ത്. കണ്ണിന് വരുന്ന ഒരു ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റ് ആണ് മയോപ്പിയ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നെ ടീത്തിന് വരുന്ന ഡിഫക്റ്റ് എന്ത്,
കാറ്ററാക്ട് എന്ന് പറയുന്ന കണ്ണിന് വരുന്നത് തന്നെയാണ്. ഗ്ലൂക്കോമ എന്ന് പറയുന്നത് കണ്ണിന് വരുന്നത് തന്നെയാണ്. പല്ലിന് വരുന്നൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് മാൽ ഒക്ലൂഷൻ ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, മാൽ ഒക്ലൂഷൻ ആയിരിക്കും. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ച 10 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് ക്വസ്റ്റ്യനും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുള്ളവരത് കമന്റ് സെക്ഷനിൽ പറയുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷനിൽ മോർ ഡീറ്റെയിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. As a token of gratitude, please like to this particular video, share with your friends, subscribe to our channel, keep watching, keep learning. Thanks for watching. Bye.